ഹലോ, അസ്സലാമലൈക്കും. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഉപകാരമുള്ള ഒരു അടിപൊളി ഒരു ടിപ്സുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു സ്റ്റീലിൻ്റെ കലം ഒത്തിരി പഴക്കമുണ്ട്, എന്നാലും ഞാൻ റൈസ് കുക്കറിൽ അരി വെച്ചുകൊണ്ടിരുന്ന കലമാണ്. ഒരു ദിവസം നോക്കിയപ്പോൾ വെള്ളം ഒഴിച്ച് നോക്കിയപ്പോൾ അടുപ്പത്ത് വെച്ചപ്പോഴാണ് ചോരുന്നു. അപ്പോൾ ചോരണ കണ്ടുകൊണ്ട് പിന്നെ അടുപ്പത്തേക്ക് പിന്നെ വയ്ക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ നോക്കിയപ്പോൾ അത് എന്താ ചെയ്യേണ്ടതെന്ന് ഓർത്തിരിക്കുമ്പോഴാണ് ഒരു വീഡിയോ ഞാൻ സെർച്ച് ചെയ്ത് നോക്കി. അപ്പം അങ്ങനെ കണ്ടതാണ്. ഇവിടെ ആയിട്ടാണ് തുളഞ്ഞേക്കണത്. 2 തുളയുണ്ട്. നല്ല ചോർച്ചയാണ്. ചെറിയ തുളയാണെങ്കിലും നല്ല ചോർച്ചയാണ്. അപ്പം ഞാൻ വെള്ളം ആദ്യം ഒഴിച്ച് കാണിച്ചു തരാം ചോരുന്നുണ്ടോയെന്ന്. ഇത് കണ്ടോ, വെള്ളം പോണുണ്ടോ? നല്ല ചോർച്ചയാണ്. അപ്പോൾ അതൊന്ന് അടയ്ക്കാനുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ അടിപൊളി ടിപ്സ് എല്ലാവർക്കും ഉപകാരപ്പെടും. എന്തായാലും ഇങ്ങനെ കലങ്ങളൊക്കെ തുളഞ്ഞിട്ട് നമ്മൾ മാറാൻ വേണ്ടി വച്ചിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ എൻ്റെ ഈ സ്റ്റീലിൻ്റെ കലം ഒന്ന് ഈ തുള അടയ്ക്കണത് എങ്ങനെയാണെന്ന് കാട്ടിത്തരാം. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് നമുക്ക് ഉണക്കിയെടുക്കണം. വെള്ളം ഒട്ടും പാടില്ല കലത്തിൽ. അപ്പോൾ നമുക്ക് ഈ കലമൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ കലമൊക്കെ നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി ഉണക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തുളയുള്ള ഭാഗം ഇതാണ്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു കപ്പിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു പപ്പടമാണ് എടുത്തേക്കണത്. ആ പപ്പടത്തിൻ്റെ കുറച്ച് നമുക്ക് എടുത്തിട്ട്, കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ, അതൊന്ന് നനച്ച് കുതിർത്ത് കൊടുക്കാം. ഇത് കുതിർന്നിട്ടുണ്ട്. നമുക്കത് ഇതിനകത്ത് ഒട്ടിച്ച് കൊടുക്കാം. ഇത് അടിപൊളി ടിപ്സാണ് കേട്ടോ. എനിക്ക് വളരെ ഉപകാരപ്പെട്ടു ഇത്. വേറെ ഒന്നും ചേർക്കണമൊന്നുമില്ലല്ലോ, നമുക്കൊരു പപ്പടം മാത്രം മതി നമുക്ക് ഇതിന്. അപ്പോൾ നമ്മളിവിടെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ അകത്ത് വേണമെങ്കിലും നമുക്ക് ഒട്ടിച്ചെടുക്കാം. പക്ഷെ ഞാൻ അകത്ത് ഒട്ടിക്കണില്ല, കറക്റ്റായിട്ട് അവിടെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ മാത്രമാണ് ഒട്ടിച്ചിട്ടുള്ളൂ. ഇത് കുറച്ച് നേരം നമുക്കൊന്ന് ഉണക്കാൻ വെക്കണം. വെയിലത്ത് വെച്ച് ഉണക്കാം, അല്ലെങ്കിൽ വെറുതെ ഇവിടെ തന്നെ വെച്ചാൽ മതി. ഞാൻ ഇവിടെ തന്നെ വെച്ചിട്ടൊന്ന് ഉണക്കിയെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഉണക്കി കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി കാര്യങ്ങൾ കാട്ടിത്തരാം. അപ്പം നമ്മുടെ കലമൊക്കെ നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതാണ് ഞാൻ ഒട്ടിച്ചേക്കണ ഭാഗം, പപ്പടം വെച്ചിട്ട് ഒട്ടിച്ചത്. അപ്പം ഇനി നമുക്കിത് നമുക്കൊന്ന് നോക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു തുള്ളി വെള്ളം പോലും വന്നില്ല. ഞാൻ ഇത്രയും വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമുക്കിത് അടിയിലേക്കാണല്ലോ. വെള്ളം വന്നേ ഇല്ല കേട്ടോ. ഇനി ഇത് എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും, നമുക്കിനി ഇത് അടുപ്പത്ത് വയ്ക്കാൻ പറ്റുമെന്ന്. ഇത് നമുക്കിനി അടുപ്പത്ത് വയ്ക്കാം. ഞാൻ അതും കൂടി കാട്ടിത്തരാം. ഇത് നമുക്ക് കറുത്ത് പോവുള്ളൂ, അല്ലാതെ നമ്മുടെ ഇത് പൊളിഞ്ഞൊന്നും പോകത്തില്ല. നല്ല ഉറച്ചാണ് ഇരിക്കുന്നത്. നമ്മുടെ കല അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ കലത്തിൽ കലം നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ. വെള്ളം തിളയ്ക്കാറായിട്ടുണ്ട്. പപ്പടം ശരിക്കും ഒട്ടി തന്നെ ഇരിക്കണത്. ഇത് വിട്ടു പോകുകയൊന്നും ചെയ്തിട്ടില്ല. നമ്മുടെ ഇത്രയും പപ്പടമാണ് നമ്മൾ എടുത്തിട്ടുള്ളൂ. ഇത്രയും പപ്പടം കൊണ്ട് നമുക്കൊരു കലം നല്ല രീതിക്ക് ആക്കി ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലായി കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. പുതിയ വീഡിയോയുമായി അടുത്ത ദിവസം വരാം. അതുവരേക്ക് അസ്സലാമലൈക്കും.